ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മുഹമ്മദ് ഷാജു ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിൽ അതിന്റെ ഫോർമാറ്റുകൾ എങ്ങനെയാണ്, ഫുൾ മാർക്ക് എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാം അപ്ഡേഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, നേരെ നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നു. ഫസ്റ്റ് സ്പീച്ച് ആണ്. ഓക്കെ, സ്പീച്ച് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏറ്റവും ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു 6 മാർക്സിനോ അല്ലെങ്കിൽ 8 മാർക്സിനോ ഒക്കെ സ്ഥിരമായി ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെ എഴുതണം എന്നുള്ളത് അല്ലെങ്കിൽ എത്ര എഴുതണം എന്നുള്ളത് നമ്മൾ എന്താ പറയാ മാർക്കിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് എഴുതുക. എന്നാൽ ആർക്കും ഒരു സ്പീച്ച് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ നോക്കുക, നമ്മളൊരു തുടക്കം എന്ന രീതിയിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് എന്ത് പറയാം, സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു അവരെ റെസ്പെക്ട് ടീച്ചേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, സ്കൂളിലൊക്കെ ആണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ജനറൽ ആയിട്ട് അത് നിർബന്ധമാണ്. ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം, അവസാനം ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, ശേഷം നമുക്ക് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ലേഡീസ് ടീച്ചേഴ്സ് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞോ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞോ, ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഒരു കൺക്ലൂഷൻ വേണമെന്ന് പറഞ്ഞില്ലേ, കൺക്ലൂഷൻ അവസാനിപ്പിക്കല് അതെങ്ങനെയാ, ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് താങ്ക് യു പറയാം. ഗുഡ് മോർണിംഗ് പറഞ്ഞ പോലെ ലാസ്റ്റിൽ താങ്ക് യു പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാം. ഇനി ഇതിനിടയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ. അപ്പൊ ഞാൻ ആദ്യം തന്നെ റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് പറഞ്ഞു. ശേഷം എന്താ പറയേണ്ടത് നോക്കുക, ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. ഈ ഒരു ഒക്കേഷനിൽ ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാത്തിലും നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് അല്ലെ, ഏത് സ്പീച്ചിൽ നമുക്ക് പറയാം. ശേഷം നമ്മൾ എനിക്ക് ഈ ടോപ്പിക് കിട്ടിയതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് അല്ലെങ്കിൽ അഭിമാനം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് യു ഓൺ ദ ടോപ്പിക്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് യു ഓൺ ദിസ് ടോപ്പിക്. എനിക്ക് ഈ ടോപ്പിക് കിട്ടിയതിൽ ഹാപ്പിയാണ്. ഓക്കെ, അതിനെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, പോയിന്റ്സ് എനിക്ക് പറയാനുണ്ട്, റിഫ്ലക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ സാധനങ്ങളൊക്കെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു ടോപ്പിക്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ പറയുമ്പോൾ ആ പോയിന്റിന്റെ മേലെ അതിന്റെ മുമ്പിലായിട്ട് നമ്മൾ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു സാധനമാണ്. ഇപ്പൊ സ്ട്രേ ഡോഗ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, തെരുവുതായ ശല്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പറയാം, ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെങ്ങനെ മുൻപോട്ടേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ആലോചിക്കേണ്ടത് നമ്മളിതൊരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഞാനാണ് സംസാരിക്കുന്നത് നിങ്ങളോട്, ഓക്കെ, പ്രസംഗിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ടോപ്പിക് ഉണ്ടാവും, ആ ടോപ്പിക്ക് ഞാൻ ശരിയാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. അയാൾ പറഞ്ഞത് ശരിയാട്ടോ, ശരിയാണല്ലേ. അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് ഉപയോഗിക്കാം, സ്റ്റോറീസ്, ചെറിയ കഥകളൊക്കെ പറയാം, അതുപോലെ ഇലിസ്ട്രേഷൻസ്, ഡേറ്റാസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 2024 ഇത്രയും ആക്സിഡൻറ്റ്സ് ഉണ്ടായി, 2025 ഇത്ര ആയപ്പോഴേക്കും തന്നെ എത്രയും ഉണ്ടായിട്ടുണ്ട്. സോ ഇത് ഇങ്ങനെ കൂടി വരികയാണ്. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വെറുതെ പറയുന്നേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെർസീവ് ചെയ്യുന്ന പോലെ ആളുകൾ ഇങ്ങനെ ശരിയാണ് ഇയാൾ പറയുന്നത് എന്ന രീതിയിലേക്ക്, അതാണ് നമ്മുടെ സ്പീച്ചിന്റെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി എപ്പോൾ ശ്രമിക്കുക. ഞാനാണ് സംസാരിക്കുന്നത് എന്നത് ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. മാക്സിമം പ്രസന്റൻസ് തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ കുറച്ചും കൂടി ഒരു പ്രോ ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് യു സ്പീച്ച് വിത്ത് എ ക്വസ്റ്റ്യൻ ഓർ എ കോട്ട്. ഒരു കോട്ട് കൊണ്ടോ, ഒരു കോട്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ടാവില്ലേ, അതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രോവർബ് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടോ ഒക്കെ നിങ്ങൾ സ്പീച്ച് തുടങ്ങുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഒരു 30 ആളുകളുടെ പ്രസംഗം നടക്കാന്ന് വിചാരിക്കുക. നമ്മളെല്ലാം ആദ്യത്തൊക്കെ കേൾക്കും, പിന്നീടൊക്കെ ഭയങ്കര ബോറിംഗ് ആയി നമ്മളിങ്ങനെ വേറെ ഏതോ ലോകത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം ഈ ഓഡിയൻസിന്റെ മുമ്പിൽ, ഇയാളെന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, ആളുകളുടെ അറ്റൻഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോവർബ് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോട്ട് പറഞ്ഞിട്ട് ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു, അപ്പോൾ അത്തരത്തിലൊരു സ്പീച്ച് നമ്മളെപ്പോഴും നല്ലതാണ്. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട്, ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു, ഇപ്പോൾ നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോവർബോ അങ്ങനെ എന്തെങ്കിലും സാധനം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഞാൻ തരാം നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത സ്റ്റൈലിൽ നമ്മൾ അത് കാണിക്കും. ഇനി ട്രൈ ടു കണക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഓർ കോട്ട് വിത്ത് യുവർ ടോപ്പിക്. എന്നിട്ട് അടുത്തത് ആ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ആ കോട്ട് നമ്മൾ പറഞ്ഞു എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് കണക്ട് ചെയ്യണം, നമ്മുടെ ടോപ്പിക്കുമായിട്ട് അതിനൊന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, കോട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോവർബോ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനോ ഇല്ലേ, അതിനെ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പ്രോവർബാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വെൻ ഐ ഹിയർ ദ ടോപ്പിക് വിമൻ എംപവർമെന്റ്.
മനസ്സിലായില്ലേ? അതുപോലെ ഒന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നെയിം ആൻഡ് ടോപ്പിക് എന്നതിന് ശേഷം നമ്മുടെ പേരും നമ്മുടെ ടോപ്പിക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ തുടക്കം ഇങ്ങനെ ആക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കോട്ട്സ്. എ സ്ട്രോങ് വുമൺ സ്റ്റാൻഡ് അപ്പ് ഫോർ ഹെർസെൽഫ്. എ സ്ട്രോങ് വുമൺ സ്റ്റാൻഡ്സ് അപ്പ് ഫോർ എവ്രി വൺ. വുമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. എംപവർമെന്റ് ഇസ് നോട്ട് എ ട്രെൻഡ്, ഇറ്റ് ഇസ് എ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എംപവർമെന്റുമായി ബന്ധപ്പെട്ടൊരു ഇതിലേതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, എന്തായാലും ഇത് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. എസ്സേലാണെങ്കിലും അല്ലെങ്കിൽ സ്പീച്ചിലാണെങ്കിലും പഠിച്ചാൽ വെറുതെ ആവില്ല, എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിന് മേലെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നു ഒരു എക്സാമ്പിളാണ്. സ്റ്റാൻഡ് അപ്പ് ഫോർ വിമൻ. ഇറ്റ് ഇസ് വിമൻസ് ഡേ. എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ to all of you, respected dignitaries, honorable guests, and my dear fellows. I am indeed feeling honored to speak you before you on this topic. And starting. As you all know, today, March 8, is International Women's Day. All over the world, the day is observed to ensure that women have an equal share in the development activities. In many parts of the world, women are still considered second class citizens. എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ എത്തി. അതിനുള്ളൊരു കോട്ട് കൊടുത്തു, അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു റെഡിൽ. നെക്സ്റ്റ് ബ്ലൂ നമ്മൾ എന്താണ് നമ്മുടെ സ്പീച്ചിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം, ഇന്ന് എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഒരു മോഡലാണ് ഞാൻ ഇവിടെ എത്തുന്നുള്ളത്. അതിൽ നമ്മളെ 3 L's ഓഫ് എംപവർമെൻറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻ ലെഗാർഡുമായി പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വരണം. എന്നിട്ട് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ കൽപ്പന ചൗളയോ അതുപോലെ തന്നെ നമുക്ക് മേരി കോമിനെയോ ഇന്ദിരാഗാന്ധിയോ ഓക്കെ, അങ്ങനെ എത്ര ആളുകളുണ്ടല്ലേ, അവരെയൊക്കെ നമുക്ക് അരുണിമ സിൻഹ അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുക. അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം എഴുതണ്ടേ, അല്ലേ? 8 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് എഴുതാണ്ടാവും, 6 മാർക്കിലാണെങ്കിലും. അപ്പോൾ അതൊക്കെ വേണം എന്ന നിങ്ങൾ ആദ്യമേ ഒന്ന് പ്ലാൻ ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ക്വസ്റ്റനിൽ എഴുതാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി അറിയാം ഏതൊക്കെ ക്വസ്റ്റനാണ് വരാമെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇന്ദിരാഗാന്ധി കൽപ്പന ചൗളയൊക്കെ ഞാൻ കൊടുത്തിട്ട് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് മാത്രമല്ല, ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ആഡ് ചെയ്യുക. അങ്ങനെ അവസാനം ഒരു അവസാനിപ്പിക്കലുണ്ടാക്കുക. താങ്ക് യു എന്നോ ജയന്തോ എന്നോ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ സ്പീച്ച് അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്പീച്ചിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് തയ്യാറെടുക്കണം, മാനസികമായി നിങ്ങളൊന്ന് തയ്യാറെടുക്കണം, എന്തെല്ലാം എഴുതണം എന്നുള്ള കാര്യത്തിൽ ആദ്യമേ. ഓക്കെ, അവിടെ പോയിട്ടല്ല ആലോചിക്കേണ്ടത്. നെക്സ്റ്റ് വൺ നമ്മുടെ ഇമെയിലാണ്. ഓക്കെ, ഇമെയിലും നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എപ്പോഴും ചോദിച്ചു കാണാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇമെയിൽ എന്തെല്ലാമാണ് ഗൈഡ് ലൈൻസ് നോക്കുക. നമുക്ക് ആദ്യം തന്നെ അറിയാം, സെൻഡേഴ്സ് അഡ്രസ് എന്ന് പറയുമ്പോൾ ശരിക്കും സെൻഡേഴ്സ് അഡ്രസ് അല്ല, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ് എഴുതിയാൽ മതി. ഓക്കെ, ആർക്കാണോ നമ്മൾ അയക്കുന്നത് റിസീവേഴ്സ് അഡ്രസ് എഴുതിയാൽ മതി. ഇമെയിൽ ID ആണ് എഴുതേണ്ടത്, അല്ലെ? നമ്മളൊരു പെട്ടി വരയ്ക്കുന്നു, അതിനകത്ത് ആദ്യത്തെ 3 കോളത്തിനകത്ത് ആദ്യത്തെ ഇതിൽ നമ്മൾ ആർക്കാണോ അയാളുടെ ഇമെയിൽ ID എഴുതുന്നു. CCയിൽ നമ്മളൊന്നും എഴുതേണ്ട, ബ്ലാങ്ക് ആക്കിയിട്ടാൽ മതി, അല്ലെ? കാർബൺ കോപ്പിയാണ്. നെക്സ്റ്റ് വൺ BCC, അത് വേണമെന്നില്ല, എഴുതിയാൽ നല്ലത്, എഴുതിയിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് ആക്കി ഇടുക. നെക്സ്റ്റ് താഴെ SUV, സബ്ജക്ട് എഴുതുക. സബ്ജക്ട് എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും അത് എഴുതുന്നു. താഴെ നമ്മൾ എന്താണോ ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ് അതന്നെ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ലെറ്ററിൽ സാധാരണ നമ്മൾ എഴുതുന്നത് ആ രീതി തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ പ്രിസൈസ് ആക്കുക, അപ് ടു ദ പോയിന്റ് ആക്കുക, കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് വരിക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതൊരു യൂണിവേഴ്സൽ സാധനമാണ് ഈ മെയിൽ എന്ന് പറയുന്നത്, അല്ലെ? മെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സോ അതിന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഓക്കെ, പ്രാദേശികമാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സൽ ആക്കിയുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പേരൊക്കെ വെക്കുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി. ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. ആസ് എ സെക്രട്ടറി ഓഫ് ദ ക്ലബ് യു ആർ ആസ്ക്ഡ് ടു ഇൻവൈറ്റ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് എൻവയോൺമെന്റലിസ്റ്റ്. ഡ്രാഫ്റ്റ് എ ഡീറ്റെയിൽഡ് ഇമെയിൽ ടു സെൻഡ് ഹിം her about the seminar. സെമിനാറിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ അയക്കാനാണ്, ഒരു ക്ഷണിച്ചുകൊണ്ടുള്ള ഇമെയിൽ ആണ്. വളരെ സിമ്പിൾ ആണ്, ജനറൽ ക്വസ്റ്റൻ ആണ്. ടു ആർക്കാണ് അയക്കുന്നു, CC ഒന്നും എഴുതണ്ട, സബ്ജക്ട് CC എന്ന് എഴുതണം കേട്ടോ, CC എന്ന് എഴുതിയിട്ട് ബ്ലാങ്ക് ആക്കി എഴുതണം. സബ്ജക്ട് സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. സർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദ നേച്ചർ ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാസ് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കാൻ മറക്കരുത്. ഓക്കെ, പല ആളുകളും എന്ത് ചെയ്യും, ആ ഹാസ് എന്ന വേർഡിന് പകരം എന്താ പറയുക, ഹാഡോ അല്ലെങ്കിൽ ഡിസൈഡഡോ എന്നൊക്കെ എഴുതുന്നത് അത്ര അഭികാമ്യമല്ല. ഓക്കെ, ഹാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്ത് നമ്മളിതിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ, അതിനെക്കുറിച്ചിട്ട് നമ്മൾ എന്താ പറയുക തീരുമാനിച്ചിട്ടുള്ളൂ. സോ അതിന് സമയമായിട്ടില്ല. ഓക്കെ, അധികം സമയമായിട്ടില്ല, നമ്മളിപ്പോൾ തീരുമാനിച്ചുള്ളൂ, തൊട്ട് മുമ്പേ നമ്മൾ തീരുമാനിച്ചുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുകയാണ്. ആ ഒരു നല്ലൊരു മാന്യതയുടെ ഒരു വർത്തമാനമാണത്, ഹാസ് ഡിസൈഡഡ് എന്നത്. അപ്പോൾ സോ അത് മറക്കരുത്. ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഇൻ അവർ സ്കൂൾ എന്നാണ് പ്രോഗ്രാം. ഓക്കെ, നിങ്ങളൊരു അയാളെ ക്ഷണിച്ചുകൊണ്ടുള്ള അടുത്ത എന്താ പറയുക ഒരു സെൻറ്റൻസിൽ കൊടുക്കുക. നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ അതിന് ചൂസ് ചെയ്തു, അദ്ദേഹത്തെ ക്ഷണിക്കുക. ശേഷം നമ്മൾ
പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പ്രോഗ്രാംസ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, താങ്കിങ് യു സെക്രട്ടറി നേച്ചർ ക്ലബ്ബ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അവസാനിപ്പിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഇന്റർവ്യൂവിൽ ഗൈഡ് ലൈൻസ് നോക്കുക. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഷുഡ് ബി റെലവെന്റ് ഓൺ ദ ടോപ്പിക്. ആ ആളോട്, ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ചോദിക്കാവൂ. തോന്നിയതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾ തന്നെ ഫിസിക്കലി ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ നിങ്ങൾ അയാളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യമേ ഒന്ന് തയ്യാറാക്കുക. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഏതൊരാളോട്, ഇപ്പോൾ ടോവിനോ തോമസിനോട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്, മണ്ടൻ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കില്ലല്ലോ, അല്ലെങ്കിൽ അയ്യേ. അപ്പോൾ നമ്മൾ ചില ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ചില ആളുകൾ ഭയങ്കര ട്രോളാറില്ലേ, അപ്പോൾ അതുപോലെ ഇതെന്ത് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വരാൻ പാടില്ല. റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചോദിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ പേഴ്സണോട് റെലവെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അൺബയാസ്ഡ്. ക്ലിയർ ആയിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം, ബയാസ്ഡ് ആവരുത്. ഓക്കെ, ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓപ്പൺ എൻഡഡ്. ഓക്കെ, നെക്സ്റ്റ്, ക്വസ്റ്റ്യൻസ് വിത്ത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്. ഇങ്ങനെയുള്ള ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് അല്ലേ, ഇത് വാട്ട്, വെൻ, ഹൂ, വേർ, വിച്ച്, ഹൗ ആർ പ്രിഫേർഡ്. ഓക്കെ, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. എന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യമേ ഒന്ന് കണ്ടെത്തുക. ഇമാജിൻ ദാറ്റ് യു ഹാവ് ഗോട്ട് എ ചാൻസ് ടു ഇന്റർവ്യൂ എ ഫേമസ് പേഴ്സൺ. ഓക്കെ, വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക്? പ്രിപ്പയർ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, വുഡ് യു ഏതൊരാളെ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ? അത് എന്താണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ സ്പീച്ചിൽ ഒരു ഇന്റർവ്യൂവിൽ എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ കൗണ്ട് ചെയ്യണ്ട, ഒരു അവസാനിപ്പിക്കൽ നമ്മൾ ഉണ്ടാവണം. ഓക്കെ, അതിന് സ്ട്രക്ചർ ഉണ്ടല്ലോ ഇന്റർവ്യൂവിൽ, പെട്ടെന്ന് കയറി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കില്ലല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ്? ഹൂ ഇസ് യുവർ റോൾ മോഡൽ? You might have faced difficulties and failures in your life. How did you overcome failures? Can you please tell about the awards you won so far? What are your future plans? What advice would you like to give to the present generation? What prompted you to select this field? How did you overcome crises and failures in life? What is your greatest professional അച്ചീവ്മെന്റ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ എന്ത് അവസാനിക്കും, ചോദ്യം. ഇനി അതിനൊരു കൺക്ലൂഷൻ, താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്കോ, അല്ലെങ്കിൽ യുവർ അഡ്വൈസ് തന്നെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു കൺക്ലൂഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കണം, മാർക്ക് നോക്കണം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവർ പറയാണ്, 3 ക്വസ്റ്റ്യൻസും 3 റെസ്പോൺസ് എഴുതാൻ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. റെസ്പോൺസ് ഉണ്ടെങ്കിൽ റെസ്പോൺസും 3 ചോദ്യം മതി. മനസ്സിലായില്ലേ? അവിടെ 6 ചോദ്യം എഴുതി കേൾക്കണ്ട. 6 ചോദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് ആയിട്ടുള്ളൂ. കാരണം 3 ചോദ്യവും 3 റെസ്പോൺസും ആണ് വേണ്ടത്. റെസ്പോൺസ് എഴുതുന്ന സമയത്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ. മനസ്സിലായി? അയാളോട് ചോദിച്ചാൽ നമുക്കറിയണം ആ റെസ്പോൺസ് എന്തായിരിക്കും പറയുന്നത്. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് അനൗൺസ്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. +2 അനൗൺസ്മെന്റ്. ബിഫോർ മേക്കിംഗ് an announcement you should think of the topic. Keep your focus narrow and point. Too many things confuse the audience. യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. ഷോർട്ട് സെന്റൻസസ് ആക്കുക. കൺസിഡർ യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിനെ ഒന്ന് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ടൈപ്പ് ആളുകളോടാണ് സംസാരിക്കുന്നത്? ടീച്ചേഴ്സിനോടാണോ, അല്ലെങ്കിൽ കുട്ടികളോടാണോ, ചെറിയ കുട്ടികളോടാണോ? ആ ഒരു സാധനം നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. അപ്പോൾ അവർക്ക് അതിന് രീതിയിലാണ് അനൗൺസ് ചെയ്യേണ്ടത്. ഗ്രാബ് യുവർ ഓഡിയൻസ് അറ്റൻഷൻ. ആളുകളെ അറ്റൻഷൻ, ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നുകൊണ്ട് ആ ഒരു അറ്റൻഷൻ സീക്കയിൽ ഉണ്ടാവണം. നെക്സ്റ്റ്, ഹൈലൈറ്റ് ദ മേജർ ആൻഡ് മൈനർ പോയിന്റ്സ് ദാറ്റ് യു വോണ്ട് ടു മേക്ക്. ചെറുതും വലുതുമായ പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് വരാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തുടക്കം എങ്ങനെയാണ്, അറ്റൻഷൻ ഗ്രാബ് ചെയ്യാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. You are welcome to the Tomskinskoy Park for the division finals. We have fine weather and I assure you that you will have an exciting time here. You have already seen some earlier bouts. Bouts means fights. This is going to be a bout of the day. അതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രോ പറഞ്ഞു. ഓക്കെ, ഇൻട്രോ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു മേജർ പാർട്ടിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ കോണ്ടന്റ്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് the moment you might have been anxiously waiting for has finally come. 2 fine young Puerto Rican fighters are ready to fight and win. On my left side is Felix Vargas. He is 134 pounds. On my right is his rival in the fight Antonio Cruz.
weight 133 pounds. The winner will represent the boys club in the tournaments of champions, the Golden Gloves. There will be no draws. ഇനി ഒരു അവസാനിപ്പിക്കൽ നമ്മൾ എങ്ങനെയാ നോക്കാം. Give Felix and Antonio a big round of applause. They are അവർക്ക് എല്ലാവർക്കും കൈയടി കൊടുത്തേ. They are going to thrill you in coming moments. Felix, are you ready? Antonio, are you ready? The referee will blow the whistle now to start the bout. As in any doubt, may the better man wins. As in any bout, ഏതൊരു ഫൈറ്റിലെയും പോലെ മേ ദ ബെറ്റർ മാൻ വിൻ, ഏറ്റവും നല്ല ഫൈറ്റർ തന്നെ വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളുടെ ആശംസ കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാക്കി. ഞങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ടോൺ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഒരുപാട് അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിനെ നിങ്ങളൊരു അനൗൺസ്മെന്റ് നടത്തും. അപ്പോൾ RF Truth എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എന്താ പറയുക ഒരു സ്റ്റേജ് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ആ സ്റ്റേജ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആണല്ലോ അഭിനയിക്കുന്നത്, സ്ക്രിപ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്തൊക്കെ സ്റ്റേജിൽ നടക്കുന്നു അതല്ല പറയേണ്ടത് അല്ലേ. നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന കഥയാണ്, അത് ഇന്ന ആളാണ് അതിന് ഡയറക്റ്റ് ചെയ്തത്, സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്, അഭിനയിക്കുന്നത്. ഓക്കെ, അത് നമുക്കൊരു അടിപൊളി അനുഭവമായിരിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടത്. ഇതൊരു തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഉപയോഗിക്കുന്ന കോമൺ എക്സ്പ്രഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന് ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്, ഹിയർ ഇസ് എ സ്പെഷ്യൽ അനൗൺസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറ്റൻഷൻ സീക്കുക. വി ആർ ഗോയിങ് ടു സ്റ്റേജ് എ സ്പെഷ്യൽ ഇവന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ, യെസ്, ഇറ്റ് ഇസ് എ സ്കിറ്റ് ഓർ പ്ലേ, ഇറ്റ് ഇസ് ഗോട്ട് എ ഗുഡ് മെസ്സേജ്, ദ ക്യാരക്ടേഴ്സ് ആർ ഷുവർ ഇറ്റ് വിൽ ക്യാപ്ചർ യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്, വാച്ച് ആൻഡ് എൻജോയ്, താങ്ക് യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ സ്റ്റേറ്റ് ലെവൽ സെലിബ്രേഷൻ ഓഫ് എൻവയൺമെന്റ് ഡേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനൊരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അനൗൺസ്മെന്റ് മോഡൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ വായിക്കുന്നില്ല, സ്ക്രീൻഷോട്ട് എടുക്കുക, വായിക്കുക. ഓക്കെ, ഇനി നമ്മുടെ അപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല, അനൗൺസ്മെന്റോട് കൂടി തീരുന്നുണ്ടോ പരിപാടിയില്ല. ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇതിനകത്ത് ഇനിയും പഠിക്കാണ്ട്. റൈറ്റപ്പ് ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും അനൗൺസ്മെന്റ് പറഞ്ഞു, ഡിബേറ്റ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ, സെമിനാർ റിപ്പോർട്ട്, ഇമെയിൽ, മെസ്സേജ്, അതുപോലെ ലെറ്ററിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ലെറ്റർ വരുന്നുണ്ട്. ക്യാരക്ടർ സ്കെച്ചസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ്, അതുപോലെ തന്നെ ബ്ലർബ്, ബ്ലോഗ് അല്ലേ, ഇങ്ങനെ ഒരുപാട്. പിന്നെ ഇപ്പുറത്തെ റെഡിങ്ങിൽ കൊടുത്തത് നമ്മുടെ ഗ്രാമർ ടോപ്പിക്കാണ്, അതെടുക്കട്ടെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇനിയും എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. സോ ഇതിപ്പോൾ പെട്ടെന്ന് ഒറ്റ വീഡിയോകത്ത് തീരുമോ? ഇല്ല, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാരത്തോൺ ലൈവിലുള്ള വരുന്നത്. ഓക്കെ, അപ്പോൾ ഞായറാഴ്ച രാത്രി 7 മണിക്ക് ഓക്കെ നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കുന്നത്. ഫസ്റ്റ് 2 യൂണിറ്റ് ആണല്ലേ. ആ ഫസ്റ്റ് 2 7 ചാപ്റ്റേഴ്സ് ആണത്. ആ 7 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, അടിപൊളിയായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച്, അതുപോലെ തന്നെ എന്തെല്ലാം പോയിന്റ്സുകൾ എവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, A to Z പറഞ്ഞിരുന്ന ഒരു ലൈവ് ഉണ്ട്. സൺഡേ ആണ്, 7 PM സോ ഡോണ്ട് ഫർഗെറ്റ് ടു അറ്റൻഡ് ഇറ്റ്. ഓക്കെ, കഴിഞ്ഞില്ല, മൺഡേ നമ്മുടെ മെഗാ മാരത്തോൺ ആണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, പറയും. ചാപ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ചാപ്റ്റർ സമ്മറി നമ്മൾ തലേ ദിവസം പറഞ്ഞാൽ അതുകൊണ്ട് ഫുൾ പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സൺഡേ അല്ല ലൈവ് ആരും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. മൺഡേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരിക, ഡിസ്കോഴ്സസ് കംപ്ലീറ്റ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയുള്ള ഡിസ്കോഴ്സസ് ഇതന്നെ ഒന്നുകൂടെ അടിപൊളിയായിട്ട് അതിൻ്റെ വേറെ വേർഷൻസ്. ശേഷം നമ്മൾ ഗ്രാമർ എല്ലാം നമ്മൾ അടിപൊളിയൊക്കെ സെറ്റാക്കിയിട്ടായിരിക്കും നിങ്ങൾ എക്സാം ഹോളിലേക്ക് പറഞ്ഞേക്കുന്നത്. സോ ഡോണ്ട് മിസ് ദീസ് 2 ലൈവ്സ്. ഓക്കെ, താങ്ക് യു.